ജൂലൈയിൽ RRB ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ വരാൻ പോവാണ്. ഞാൻ പറഞ്ഞല്ല, റെയിൽവേൻ്റെ കലണ്ടർ പ്രകാരമാണ്. അടുത്ത വർഷം ജൂലൈയിൽ അടുത്ത നോട്ടിഫിക്കേഷൻ വരും. അതുകൊണ്ട് തന്നെ ഈ ജൂലൈ അല്ലെങ്കിൽ ജൂലൈ സെപ്റ്റംബറിനുള്ളിൽ നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ തന്നെ എക്സാം വളരെ പെട്ടെന്നുണ്ടാവും. കാരണം അടുത്ത വർഷം ഈ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സാം കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് അതിൻ്റെ അകത്ത് റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നിരിക്കണം. ഓക്കെ, അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ വലിയ സമയമൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, എക്സാം പെട്ടെന്ന് തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു 4 മാസം നമ്മുടെ മുമ്പ് കണ്ടിട്ട് എങ്ങനെ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാം, പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത് എക്സാം എങ്ങനെ ക്വാളിഫൈ ചെയ്യാം. CBT 1 ഉണ്ട്, CBT 2 ഉണ്ട്. CBT 1-ൻ്റെ അകത്ത് ജനറൽ സബ്ജക്റ്റുകളാണ് കംപ്ലീറ്റ്ലി വരുന്നത്. ഈ CBT 1 ക്വാളിഫൈ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് CBT 2-ലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ എക്സാം കറക്റ്റ് പ്രോപ്പർ ചാനൽ പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ BTech കഴിഞ്ഞവർ അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവർ, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർ ഒക്കെ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ആളുകളാണെങ്കിൽ ഇലക്ട്രോണിക്സ് വിഭാഗത്തിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇലക്ട്രോണിക്സ് അലയൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിൻ്റെ അണ്ടറിൽ വരുന്നതാണ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗും. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ മെക്കാനിക്കൽ അണ്ടറിൽ ഓട്ടോമൊബൈൽ പ്രൊഡക്ഷൻ ഇങ്ങനെ പറഞ്ഞാൽ ഒരുപാട് അലൈഡ് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. നിങ്ങളൊരു BTech ഗ്രാജുവേറ്റ് ആണ്, ഈ ഒരു ബേസിക് ആയിട്ട് വരുന്ന 4 കാറ്റഗറി, അതായത് 4 ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിൽ വരുന്ന ഏതെങ്കിലും സബ് കാറ്റഗറി ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിപ്ലോമ, BTech ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ. അത്യാവശ്യം നല്ല രീതിയിൽ വേക്കൻസിയും പ്രതീക്ഷിക്കുന്ന പോസ്റ്റാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ഈ എക്സാം 4 മാസം കൊണ്ട് എങ്ങനെ ക്രാക്ക് ചെയ്യാന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മുടെ ഷാ സാർ പറയുന്നുണ്ട്. ഷാ സാർ നിങ്ങൾക്കറിയാം, നമ്മുടെ അക്കാദമിക് ഇന്നോവേഷൻ ഹെഡുമാണ്. അതുപോലെ തന്നെ റെയിൽവേയിൽ നിന്ന് റിസൈൻ ചെയ്ത ഒരു ആളും കൂടിയാണ് നമ്മുടെ ഷാ സാർ. അപ്പം കറക്റ്റായിട്ടുള്ള നോളജ് കറക്റ്റായിട്ടുള്ള പേഴ്സൻ്റെ അടുത്ത് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈ ഒരു വെബിനാറിൻ്റെ പ്രത്യേകത. വരുന്ന 18-ാം തീയതി, അതായത് ജൂൺ 18-ന് രാത്രി 8 മണിക്കാണ് ഈ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിലെ ഫോം ഫില്ല് ചെയ്ത് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കാം. താങ്ക് യു.